വുമൻ സെൻട്രിക് അല്ലേ, പാടല്ലേ ചെയ്യാൻ. ഞാൻ പറഞ്ഞു എന്താ പാട്, അതിനിപ്പോൾ എന്നാ കുഴപ്പം, അല്ല നമുക്ക് വേറെ എന്തെങ്കിലും സാധനം പിടിച്ച്. ഞാൻ പറഞ്ഞു അല്ല, നമുക്ക് ഇതന്നെ ചെയ്യാം അടുത്ത പരിപാടി. അപ്പോൾ അങ്ങനെ അത് തുടങ്ങി. കഥ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. പൊതുവെ പ്രണയം ആരംഭിക്കുന്നത് റോസ് പൂ കൊടുത്തിട്ടാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ബ്ലൂ ലില്ലി തിരഞ്ഞെടുത്തത്? വളരെ നല്ല ചോദ്യം. ഒരു നല്ലൊരു പാർട്ട്ണർ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു സൂര്യപ്രകാശം കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഒരു വെളിച്ചം നമുക്ക് കിട്ടുന്നത് പോലെയാണ്. നമ്മൾ വിരിയും, നമ്മുടെ പോസിബിലിറ്റീസ് തുറക്കും, നമ്മുടെ മനസ്സ് ശാന്തമാകും. ആക്ച്വലി വിത്ത് ദ റൈറ്റ് പാർട്ട്ണർ നമ്മൾ കാം ഡൗൺ ആവും, നമ്മൾ അഗ്രസീവ് ആവില്ല, നമ്മൾ കോൺഫിഡൻ്റ് ആവും. പിന്നെ ശ്രുതിയുടെ സംസാരങ്ങളിൽ നമുക്ക് അറിയാം ശരിക്കും അടുത്ത ഇടപഴകുമ്പോൾ നമ്മൾ ഈ വെളിയിൽ കാണുന്ന ആളല്ല. ഷീ ഹാസ് സോ മച്ച് ഓഫ് ഡെപ്ത് ഇൻ ഹർ. അവളുടെ തോട്ട് പ്രോസസ്സസ് വളരെ ഡീപ്പാണ്. ഷീ ഹാസ് എ വെരി ഗുഡ് സ്ട്രോങ് ബിലീഫ് ഇൻ വാട്ട് എവർ ഷീ ഈസ് ബിലീവിങ്. ആളുടെ ബിലീഫ് സിസ്റ്റത്തിലൊക്കെ പുള്ളിക്കാരി അത്രയും സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നവരാണ്. പരിചയപ്പെടുമ്പോൾ തൊട്ട് ഹീസ് എക്സ്ട്രീംലി എന്താ പറയുക, ഭയങ്കര അഭിനയമാണ്. എനിക്ക് അഭിനയിക്കണം, ഭയങ്കര പാഷൻ ഉള്ളൊരു മനുഷ്യനാണ്. അതേപോലെ തന്നെ ഭയങ്കര എനർജിയാണ് പുള്ളിക്ക്. മുടിയൊക്കെ നീട്ടി ഇത്രയും വളർത്തി ഒരു പയ്യൻ, ഇതാണ് എൻ്റെ വർക്ക് ചേട്ടാ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇതിലാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ വർക്കൊക്കെ കാണിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അവൻ്റെ എന്തൂസിയാസം ഇഷ്ടമായി. അങ്ങനെ സത്യം പറഞ്ഞാൽ പോരുന്നോ കൂടെ. അവനങ്ങ് പിന്നെ പോയിട്ടില്ല. എത്രയോ ആൺകുട്ടികളുടെ ഫ്യൂച്ചർ നശിപ്പിക്കുന്ന ടോക്സിക് മദേഴ്സാണ്, എത്രയോ പെൺകുട്ടികളുടെ ഫ്യൂച്ചർ നശിപ്പിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള ഫാദേഴ്സ്, എത്രയോ കപ്പിൾസിൻ്റെ ഇടയിൽ ഇതുണ്ട്. പക്ഷെ ഇതാരും സംസാരിക്കില്ല. Nobody wants to accept that. എല്ലാവരും വെളിയിൽ വരുമ്പോൾ സച്ച് എ ഹാപ്പി ഫാമിലി എന്നുള്ളൊരു ഒരു എന്താ പറയാ, ബ്ലൂ ലില്ലിയുടെ ഡയറക്ടർ ഗൗതം രവീന്ദ്രനാണ് നമുക്കിപ്പം. നമസ്കാരം. ബ്ലൂ ലില്ലി ഇതൊരു ഷോർട്ട് ഫിലിമാണ്. എങ്ങനെയാലും ഒരു ഷോർട്ട് ഫിലിം എന്നത് ഒരു വലിയ ഫീച്ചർ ഫിലിമിന്റെ വലിയൊരു ഫീച്ചർ ഫിലിമിന്റെ ചെറിയ സ്വപ്നം, ചെറിയ തുടക്കം ആണ്. എങ്ങനെയാണ് ഈ ബ്ലൂ ലില്ലിയിലേക്ക് എത്തുന്നത്, ആ ഒരു തുടക്കം? ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലുള്ള കഥകൾ ഇങ്ങനെ സിനിമ റിലേറ്റഡ് ആയ നമുക്ക് ചെയ്യേണ്ട കഥകൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന ചില കഥകളുണ്ട്. അപ്പം അതിങ്ങനെ പറഞ്ഞിടും. ഈ സിനിമ എന്ന് പറയുന്ന സാധനത്തിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു എക്സ്ട്രീം പാഷൻ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു 2.5 വർഷമായി കാണും, 2.5 years ആയി കാണും. അതിനു മുമ്പേ നമ്മൾ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് എത്തിയപ്പോൾ ഈ വീഡിയോ പരിപാടി അറിയണമല്ലോ അത്യാവശ്യം. കാരണം ആ സമയത്ത് ഡയറക്ഷൻ എന്നുള്ള സ്വപ്നത്തിനെക്കാട്ടും നല്ല ഫ്രെയിംസ് ചെയ്യുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസിൽ നല്ല, കാരണം നമ്മൾ സിനിമകളൊക്കെ കാണുമ്പോൾ നല്ല ഷോട്ടിൽ ഐ വോണ്ട് ടു റീപ്രൊഡ്യൂസ് ഇറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കഥകൾ എവിടെയോ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ ചുറ്റിനുള്ള ആൾക്കാർ പറഞ്ഞാൽ യു ഹാവ് സംതിങ് ഇൻ ഇറ്റ്, വൈ ഡോണ്ട് യു ഡയറക്റ്റ് ഇറ്റ്. അപ്പം അങ്ങനെ ആണ് ഈ സാധനം കയറിയത്. ഡയറക്ഷൻ എന്നുള്ള സാധനം ചെറുതായിട്ട് കയറി തുടങ്ങിയത് അങ്ങനെ. അപ്പോൾ ഈ കഥകൾ പറയാൻ തുടങ്ങി. പ്രൊഫഷൻ എന്തായിരുന്നു? ഞാൻ ആക്ച്വലി പ്രൊഫഷണലി ഞാൻ ഏവിയേഷനിലാണ്, എയർലൈൻസിലാണ്. പക്ഷെ ഞാൻ എൻ്റെ പ്രൊഫഷൻ തുടങ്ങി അന്നോട്ട് ഞാൻ ഫോട്ടോഗ്രാഫി സൈഡിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഒരു ബ്രാൻഡ് നെയിമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫോട്ടോഷൂട്ട്സും പരിപാടി അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്നാണ് ഈ ഒരു ട്രാവൽ. അപ്പോൾ എല്ലാവരും ഷോർട്ട് ഫിലിം ചെയ്യുന്നു, എല്ലാവരും കഥകൾ പറയുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനും താല്പര്യമില്ലായിരുന്നു. ഈ ചെയ്യുമ്പോൾ കാണുന്നവർക്ക് ഇത് സിനിമയാണ്, അറിയാതെ ഷോർട്ട് ഫിലിം എന്നത് മാറി ആൾക്കാർ അറിയാതെ സിനിമയാണ് എന്ന് പറയണം, അല്ലെങ്കിൽ അത് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ട് തന്നെ നമ്മൾ എക്യുപ്മെൻറ്റ് മേടിക്കുന്നതും എല്ലാം നമ്മുടെ ഇൻഹൗസ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഈ നമ്മൾ EMI ആയിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ മേടിക്കുന്നതൊക്കെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സാണ് ഫസ്റ്റ് മേടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് FX3 എടുത്തു, പിന്നെ 2 FX3 ആയി, പിന്നെ അങ്ങനെ എല്ലാം സിനിമ റിലേറ്റഡ്, സിനിമ ലെൻസായി. അപ്പം അങ്ങനെ ചെയ്ത് ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം എടുത്തു. അതിന് സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ജസ്റ്റ് ഞാനും എൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫർ ഫ്രണ്ട് ഉണ്ട്, അഭിനവ് എന്ന് പറഞ്ഞിട്ട്, അവനെ നായകനാക്കിയിട്ട് ഞാനും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ ഭാര്യ വരെ ക്യാമറ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാധനം നമ്മൾ തട്ടിക്കൂട്ടി ഒരു സാധനം ചെയ്തു. അത് വലുതായിട്ട് നമ്മൾ റിലീസൊന്നും ചെയ്തൊന്നുമില്ല. പക്ഷെ എന്നാലും അതിലും ഒരു ക്വാളിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റും.
പഠിക്കുമായിരുന്നല്ലേ? അതെ, നമ്മൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് പോലെ നമ്മൾ ചെയ്ത എന്തായിരിക്കും അവസ്ഥ എന്നുള്ള അതൊരു ചെറിയൊരു സൈക്കോ ത്രില്ലർ പരിപാടി വെറുതെ ഒരു രസത്തിന് അങ്ങ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് നല്ലായിരുന്നു. ഞാൻ അത് തിയേറ്റർ പ്രിവ്യൂ വെച്ചായിരുന്നു. അതിനും വെറുതെ അങ്ങ് കൊണ്ടുവച്ചതാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്തതല്ലേ, കാണാനൊക്കെ രസമുണ്ട്, കളർ ഗ്രേഡിംഗ് ഒക്കെ കുഴപ്പമില്ല, തിയേറ്ററിൽ കണ്ട രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലൊരു ഇംഗ്ലീഷ് ഒറിജിനൽ സോങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബ്ലൂ ലില്ലിയുടെ കോൺസെപ്റ്റ് വരുന്നത്. അത് തീർന്ന ഉടനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എടാ ബ്ലൂ ലില്ലി എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട് എൻ്റെ അടുത്തെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അത് ഒരു 5-6 പേരുടെ അടുത്ത് പറഞ്ഞു, എല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. എടാ വുമൻ സെൻട്രിക് അല്ലേ, പാടല്ലേ ചെയ്യാൻ. ഞാൻ പറഞ്ഞു എന്താ പാട്, അതിനിപ്പോൾ എന്നാ കുഴപ്പം, അല്ല നമുക്ക് വേറെ എന്തെങ്കിലും സാധനം പിടിച്ച്. ഞാൻ പറഞ്ഞു അല്ല, നമുക്ക് ഇതന്നെ ചെയ്യാം അടുത്ത പരിപാടി. അപ്പോൾ അങ്ങനെ അത് തുടങ്ങി. കഥ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ആ ഒരു റെസ്പോൺസ് എനിക്ക് എവിടേക്കോ ഓക്കെ ഞാൻ ചെയ്യുന്നതിൽ എന്തോ ശരിയുണ്ടെന്ന് തോന്നി. അതാണല്ലോ എപ്പോഴും നമുക്ക് പ്രോത്സാഹനം തരുന്ന ഒരു സാധനം. പൊതുവെ പ്രണയം ആരംഭിക്കുന്നത് റോസ് പൂ കൊടുത്തിട്ടാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ബ്ലൂ ലില്ലി തിരഞ്ഞെടുത്തത്? വളരെ നല്ല ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ നമ്മൾ നീലാമ്പൽ എന്നൊക്കെ പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ബ്ലൂ ലില്ലി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കൊണ്ടുവന്നു. എനിക്ക് പണ്ട് മുതലേ ചെറുപ്പത്തിലെ ഈ ചളിയിൽ നിന്നാണല്ലോ ഇത് ഉണ്ടാവുന്നത്. എൻ്റെ അമ്മ തോട്ടത്തിൽ ഇങ്ങനെ ചെറിയ ഈ ആമ്പൽപ്പൂ, നീല കളർ ആമ്പൽ എപ്പോഴും വെക്കുന്നു. അത് എപ്പോഴും ഈ ചളിയിൽ നിന്നായിരുന്നു. അത് സൂര്യനാകുമ്പോൾ അത് തുറക്കും, സൂര്യൻ ഉണ്ടാവണമാകുമ്പോൾ അത് മൂടും, ഇങ്ങനെയാ പരിപാടി. അപ്പോൾ ഈ ഒരു സംഭവം എവിടെയോ എനിക്ക് സ്ട്രൈക്കായി. ലൈക്ക് സൂര്യൻ എന്ന് പറയുന്നത് തൻ്റെ പാർട്ട്ണർ, അത് ആണ് പെണ്ണാവാം പെണ്ണാണാവാം. ഒരു നല്ലൊരു പാർട്ട്ണർ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു സൂര്യപ്രകാശം കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഒരു വെളിച്ചം നമുക്ക് കിട്ടുന്നത് പോലെയാണ്. നമ്മൾ വിരിയും, നമ്മുടെ പോസിബിലിറ്റീസ് തുറക്കും, നമ്മുടെ മനസ്സ് ശാന്തമാകും. ആക്ച്വലി വിത്ത് ദ റൈറ്റ് പാർട്ട്ണർ നമ്മൾ കാം ഡൗൺ ആവും, നമ്മൾ അഗ്രസീവ് ആവില്ല, നമ്മൾ കോൺഫിഡൻ്റ് ആവും. അപ്പോൾ ഇതാണ് ശരിക്കും ശരിക്കൊരു ബ്ലൂ ലില്ലി ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫിലിമിലെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഷെയ്ഡാണ് ഞാൻ കൊടുത്തത്. ഇതിലുള്ള പെൺകുട്ടിയായിട്ടുള്ള ക്യാരക്ടർ, ശ്രുതി അവതരിപ്പിച്ച ക്യാരക്ടർ, ലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതാണ് ബ്ലൂ ലില്ലി, അവളാണ് ബ്ലൂ ലില്ലി. അപ്പോൾ ഇയാളുടെ പാർട്ട്ണർ വരുമ്പോഴേക്കും ഷീസ് ഗെറ്റിംഗ് ഓൾ ബ്രൈറ്റൻഡ് അപ്പ്. ആ ഒരു പ്രതീക്ഷകളുടെ ഒരു കൂമ്പാരത്തിലോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അതല്ലാതെ ആവുന്നത്, അതെ, അത് ഇറ്റ് കുഡ് ബി നമ്മൾ ആദ്യം കാണുന്നതായിരിക്കില്ല ഒരു പക്ഷെ അവസാനത്തിലോട്ട് എത്തുമ്പോൾ. അപ്പം സിനിമ തുടങ്ങുന്നതും ബ്ലൂ ലില്ലിയിലാണ് അവസാനിക്കുന്നത്. അത് ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം അതിന്റെ ബ്ലൂ ലില്ലി എവിടെയൊക്കെയോ വന്നു പോകുന്നുണ്ട് ആ കഥയിലുടനീളം. അത് കാണുമ്പോൾ അത് ഇപ്പൊ ശ്രുതിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചക്കപ്പഴം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിക്കോമിലൂടെയാണ് ശ്രുതിനെ ഞങ്ങൾക്ക് പരിചയം. അപ്പൊ അങ്ങനെ ഒരു കോമഡി റോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളിൽ എങ്ങനെയാണ് ഇത്രയും ഡെപ്ത് ഉള്ള ലക്ഷ്മി എന്ന കഥാപാത്രത്തിൽ ഗൗതം കണ്ടത്? അതിൽ എനിക്കുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചക്കപ്പഴം കണ്ടിട്ടില്ല. ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ശ്രുതിനെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ ഈ സിനിമയിലെ സിനിമാറ്റോഗ്രാഫറായ അഭിനവിൻ്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ കഥ ഓൾറെഡി പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ബ്ലൂ ലില്ലി എന്ന് പറയുന്ന കഥ നമ്മുടെ ഡിസ്കഷൻ ഇങ്ങനെ ഫ്രണ്ട്സിനോട് പറയുന്നു, എൻ്റെ വൈഫിനോട് പറയുന്നു, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ശ്രുതിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഷീ ക്യാൻ ബി ദാറ്റ് ക്യാരക്ടർ എന്നുള്ളത്. പിന്നെ ശ്രുതിയുടെ സംസാരങ്ങളിൽ നമുക്കറിയാം ശരിക്കും അടുത്ത ഇടപഴകുമ്പോൾ നമ്മൾ ഈ വെളിയിൽ കാണുന്ന ആളല്ല. ഷീ ഹാസ് സോ മച്ച് ഓഫ് ഡെപ്ത് ഇൻ ഹർ. അവളുടെ തോട്ട് പ്രോസസ്സസ് വളരെ ഡീപ്പാണ്. ഷീ ഹാസ് എ വെരി ഗുഡ് സ്ട്രോങ് ബിലീഫ് ഇൻ വാട്ട് എവർ ഷീ ഈസ് ബിലീവിങ്. ആളുടെ ബിലീഫ് സിസ്റ്റത്തിലൊക്കെ പുള്ളിക്കാരി അത്രയും സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഈ ക്യാരക്ടർ കൺവിൻസിങ് ആവുകയാണെങ്കിൽ, ഞാൻ കഥ പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് അത് കൺവിൻസിങ് ആവുകയാണെങ്കിൽ, ഐ ഫെൽ ദാറ്റ് ഷീ കൻ ഡു ഇറ്റ് എന്നുള്ളൊരു സംഭവത്തിലാണ് നമ്മൾ കഥ പറയുന്നത്. അങ്ങനെ അവളോട് കഥ പറയുന്നു. കഥ പറഞ്ഞ ഉടനെ ചേട്ടാ നമുക്ക് ചെയ്യാം. അപ്പോൾ എടാ ഉറപ്പാണല്ലോ അല്ലേ, ഇത് ഇച്ചിരി ഇല്ല നമുക്ക് ചെയ്യാം, ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്, ചേട്ടൻ പറഞ്ഞാൽ മതി, ഡേറ്റ്സ് പറഞ്ഞാൽ മതി, ഞാൻ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ അവൾ ഷീ വാസ് വർക്കിംഗ് ആസ് എൻ ആജ് ദുബായിൽ. അപ്പോൾ അങ്ങനെ ടൈം ഓഫ് ഒക്കെ എടുത്ത് അങ്ങനെ ഇടയിൽ കൂടെ നമ്മൾ സമയങ്ങൾ കണ്ടുപിടിച്ച് എല്ലാവരുടെയും സമയം അതുപോലെ ആക്കി സെറ്റ് ചെയ്തിട്ട് എടുത്തു. പക്ഷേ വെൻ ഷീ പെർഫോംഡ് ഞാൻ വിചാരിച്ചാലും
ഈസി ആയിരുന്നു എനിക്ക് ആളെ ഡയറക്റ്റ് ചെയ്യാനായിട്ട്. ശ്രുതിനെ ഡയറക്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ആളോട് എനിക്ക് ഏറ്റവും നിർബന്ധമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ ഓരോ ക്യാരക്ടറിന് ഒരു 5 പേജ് ഉണ്ടാവും. ആ ക്യാരക്ടറിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ക്യാരക്ടർ ഷീറ്റ്. നിങ്ങളുടെ ക്യാരക്ടർ ഇതാണ്, നിങ്ങളുടെ പാസ്റ്റ് ഇതാണ്. അത് ഓഡിയൻസ് അറിയണമെന്നില്ല, മനസ്സിലാക്കി അഭിനയിക്കാൻ. പക്ഷെ അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് അഭിനയിക്കുന്ന ആൾ ഓൾറെഡി they know what they are. ഓൾറെഡി they are in. അതെ അതെ, അവര് സീൻ അല്ല അഭിനയിക്കുന്നത്, they are becoming ആ ഒരു ഇതിലേക്ക് വന്നിട്ടാണ് അഭിനയിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോ ഇൻ കേസ് ഏതെങ്കിലും ഒരു ഷോട്ടിൽ അവർക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ, എടാ യു റിമെമ്പർ അല്ലേ ആ സ്റ്റോറിയിൽ ഇങ്ങനെയാണ്, അപ്പൊ ഇങ്ങനെയായിരിക്കും നീ ബിഹേവ് ചെയ്യുക ഇതിനകത്ത്, ഈ ഷോട്ടിനകത്ത് എന്നുള്ളത് പറഞ്ഞു കൊടുത്ത ഉടനെ ആൾക്കത് ഇറ്റ് വാസ് വെരി ഈസി. അതെ, ഇപ്പം ലക്ഷ്മിയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനിലാണെങ്കിലും നമുക്കറിയാം പുള്ളിക്കാരി വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്, മീൻസ് ഫാമിലി ആയിട്ടുള്ള എത്രത്തോളം അറ്റാച്ച്ഡ് ആണ് എന്നുള്ളത് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴുള്ള മാറ്റവും നമ്മൾ പറഞ്ഞപ്പോൾ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സാക്ട്ലി. അപ്പം ശ്രുതിയുടെ ഇപ്പൊ പറഞ്ഞ കൂട്ട് ശ്രുതി ഈ തുടക്കത്തിൽ വളരെ ജോവിയൽ ആയിട്ടാണ് പാർട്ണറോട്, പിന്നെയാണ് ഇൻ ഡെപ്ത് ആയിട്ടുള്ള, നമ്മളും പ്രതീക്ഷിക്കുന്നില്ല ശ്രുതിയിൽ നിന്ന് മൈന്യൂട്ട് ആയിട്ടുള്ള ചില ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നായക നടനിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു അദ്ദേഹം? അനിരുദ്ധ് ബാലു. അതെ, അനിരുദ്ധ് ബാലു കുറച്ച് ഫിലിം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അത് ആള് സൈഡിലായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അനിരുദ്ധ് ബാലുവിനെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ, വേറൊരു ഫ്രണ്ടുണ്ട് ബാലശങ്കർ വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ദുബായിലുള്ള. അപ്പോൾ പുള്ളി ത്രൂ ആണ് ഞാൻ പരിചയപ്പെടുന്നപ്പോൾ തൊട്ട് ഹീസ് എക്സ്ട്രീംലി എന്താ പറയുക, ഭയങ്കര അഭിനയമാണ്, എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര പാഷൻ ഉള്ളൊരു മനുഷ്യനാണ്. അതേപോലെ തന്നെ ഭയങ്കര എനർജിയാണ് പുള്ളിക്ക്. അപ്പോൾ അവനെ കണ്ടൊരു 2 മാസത്തിൽ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്യണം ടുഗെദർ എന്നുള്ളത്. പുള്ളിയുടെ വൈഫ് ചാർവിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത്, ബ്ലൂ ലില്ലിയുടെ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത്. ചാർവി ഈസ് എൻ എക്സലന്റ് റൈറ്റർ, അടിപൊളിയായിട്ട് സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റും എഴുതും. അപ്പൊ അവര് ചെയ്ത ഒരു സാധനമുണ്ട്, സ്റ്റോറീസ് ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം ചാനലുണ്ട് അവർ. അതില് എന്നെ അഭിനയിപ്പിച്ചായിരുന്നു. അതില് മറ്റേ മുട്ടയൊക്കെ അടിച്ച ഒരു വില്ലനസ് ക്യാരക്ടർ ആയിട്ടുള്ള ഒരു സാധനം അവനും ഞാനും കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അഭിനയം അത്ര എനിക്ക് അറിയില്ല, പക്ഷെ അതെ അഭിനയിപ്പിക്കാൻ അറിയാം. എനിക്ക് പേടിയാ ക്യാമറയുടെ മുമ്പിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തത് ഐ നീഡ് ടു ടേക്ക് ഹിം ഇൻ ടു എ പ്രോജക്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് അവനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യണം, ഒരു ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ഹി കൻ ഡു. കാരണം ആ ഷെയ്ഡ്സും ഉണ്ട് ആളുടെ അഭിനയത്തിൽ ചെറുതായിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ അനിരുദ്ധിനോട് ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. അപ്പം അനിരുദ്ധിനോട് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നമുക്ക് ചെയ്യാം. പറഞ്ഞാൽ ഓക്കെ നമുക്ക് ചെയ്യാം. കഥയായിരുന്നു ആദ്യം കയ്യിലുണ്ടായിരുന്നത്. ജസ്റ്റ് എനിക്ക് ആ സ്റ്റാർട്ട് മിഡിൽ എൻഡ് എന്തായിരിക്കണം ഫ്ലോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇങ്ങനെയായിരിക്കണം കഥ പോകേണ്ടത്. ഐ എം നോട്ട് ഗുഡ് അറ്റ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. അപ്പോൾ എൻ്റെ ബലമായിട്ടുള്ള ഭാഗങ്ങളിലൊന്നല്ല എഴുത്തുന്ന പറയുന്നത്, പക്ഷെ ഞാൻ വരയ്ക്കും. അപ്പൊ എൻ്റെ കഥ യൂഷ്വലി എല്ലാം വിഷ്വലാണ്. അപ്പൊ സിനിമ ചെയ്യുന്നതിന് മുമ്പേ ഫുള്ള് സിനിമ നമ്മൾ ഈ മൈൻഡിൽ കാണും, അതിനുശേഷം ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചാർവിക്ക് ഇത് പറഞ്ഞു, അനിരുദ്ധിന്റെ വൈഫിനോട് ഇത് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, എനിക്ക് അവൻ അഭിനയിക്കണം, നിനക്ക് എഴുതാമോ എന്ന് ചോദിച്ചു. ഷീസ് ലൈക്ക് എഴുതാൻ ചേട്ടാ, നോ പ്രോബ്ലം. അങ്ങനെ ഞങ്ങൾ 2 സിറ്റിംഗ് ആയിരുന്നുള്ളൂ സ്ക്രിപ്റ്റിൽ. സത്യം പറഞ്ഞാൽ അവൾ ഫസ്റ്റ് എഴുതിയ ഡ്രാഫ്റ്റ് തന്നെ എനിക്ക് ഐ വാസ് ഓക്കെ വിത്ത് ഇറ്റ്. ആൻഡ് സെക്കൻഡ് ഡ്രാഫ്റ്റിലേക്ക് വന്നപ്പോൾ നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തി, ആൻഡ് ദാറ്റ്സ് ഓൾ. ആൻഡ് ദെൻ വി സ്ട്രേറ്റ് അവേ വെൻ ഫോർ ഷൂട്ട്. എല്ലാവരും ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് സാധനത്തിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്ക്രിപ്റ്റിൽ ഇരുന്നെങ്കിൽ ഒരു പക്ഷേ 1 സ്റ്റെപ്പ് മോർ നിങ്ങൾക്ക് ഇതിനെ ഇതാക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ളൊരു സംഭവം വന്നിരുന്നു. ആൻഡ് ഐ ക്യാൻ ആക്ച്വലി സീ ദാറ്റ്. ഫസ്റ്റ് ഷോർട്ട് ഫിലിം സ്ക്രിപ്റ്റേ ഇല്ലായിരുന്നു, ഇതിൽ അറ്റ്ലീസ്റ്റ് സ്ക്രിപ്റ്റ് എങ്കിലും ഉണ്ടല്ലോ ഞാൻ എക്സ്ക്യൂസ് പറഞ്ഞു. പക്ഷെ അതെ, അപ്പൊ അടുത്തതിലേക്ക് വരുമ്പോഴേക്കും ഹോപ്പ്ഫുള്ളി എ ഫീച്ചർ ഓർ വാട്ട് എവർ അതിലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടെ ഒരു
ശ്രുതി പറയുന്നുണ്ടായിരുന്നു പ്രീ റിലീസിന് അന്ന് ഈ ക്ലൈമാക്സിലെ ആ സീനില് വളരെ ഇമോഷണൽ ആയിട്ട് ഈ തിരക്കഥാകൃത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ട്. അപ്പൊ പുള്ളിക്കാരിയുടെ ഇൻവോൾവ്മെന്റ് കൂടുതലാണ് അതിലേക്ക്. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി സ്ക്രിപ്റ്റ് റൈറ്റർ ആയതുകൊണ്ട് തന്നെ ഐ വാണ്ടഡ് ഹെർ ടു ബി മൈ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ എൻ്റെ അസോസിയേറ്റ് ആയിട്ട് ഞാൻ അവളെ വെച്ച് ഷാർവിനെ തന്നെ. അപ്പോൾ ചാർവിയോട് ഇറ്റ്സ് വെരി ഈസി ടു ഡീൽ വിത്ത് ചാർവിക്ക് ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഷീ നോസ് വാട്ട് ടു ബി ഡൺ. എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എപ്പോഴും ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്ത് കഴിയാറാകുമ്പോഴേക്കും ഞാൻ ചാർവിയോട് പറയും, അത് അടുത്ത സീക്വൻസിനുള്ള ഒരു ബ്രീഫ് കൊടുത്തേക്കണേ, ഡയലോഗ്സ് പ്ലസ് ഹൗ ദേ ആർ സപ്പോസ് ടു ബിഹേവ് എന്നുള്ളൊരു ബ്രീഫ് കൊടുത്തേക്കണം. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും അവിടെ വരുമ്പോൾ നമ്മൾ വി ആർ ഓൾറെഡി റെഡി. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഈവൻ ദോ വി ഹാവ് എ പ്രൊഡക്ഷൻ, നമുക്ക് ഒരുപാട് കാശ് ഇങ്ങനെ എടുത്തറിയാനുള്ള ഇല്ല. ദുബായിലല്ലേ ഷൂട്ട് ചെയ്തിരിക്കുന്നത്? ദുബായിൽ നമ്മളെല്ലാവരും അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഞാൻ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് അത് ഉരച്ച് അങ്ങനെയാണ്, ഞാനല്ല വൈഫ്, അതുകൊണ്ടാണ് വൈഫ് പ്രൊഡ്യൂസ് ആയത്. അപ്പോൾ പുള്ളിക്കാരി ആണ് ഇതിൻ്റെ മൊത്തം ചെലവ് വഹിച്ചത്. അപ്പോഴും നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് തിരിച്ചടക്കേണ്ടതല്ല, വെച്ചാൽ മാത്രം പോരല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ ഷീ ഹെൽപ്പ് മീ അ ലോട്ട് ഇൻ ദോസ് കൈൻഡ് ഓഫ് സിനാരിയോസ്. എസ്പെഷ്യലി വൺസ് ക്യാരക്ടർ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡയലോഗ്സ് മോസ്റ്റ്ലി ഞാൻ ചാർവിയെ കൊണ്ടാണ് ബ്രീഫ് കൊടുക്കാൻ ഞാൻ ചാർവിയാണ് യൂസ് ചെയ്തത്. ചാർവി വാസ് ലൈക്ക് വെരി ഗുഡ് അറ്റ് ഇറ്റ്. അപ്പോൾ എസ്പെഷ്യലി ക്ലൈമാക്സ് സീനായപ്പോൾ അത് കണ്ടപ്പോൾ നോക്കിയോന്നറിയില്ല, ഇറ്റ്സ് വൺ ഷോട്ടാണ് അത്. അതായത് ഈവൻ ദോ സിനിമയിൽ വരുമ്പോൾ അത് വൺ ഷോട്ട് അല്ലെങ്കിലും ഒറ്റ ടേക്കാണ്. ചുമരിന്റെ അടുത്തുള്ള സീൻ ചുമരിന്റെ അടുത്ത സീൻ തൊട്ട് മറ്റേ ഹോൾവേ സീക്വൻസ് ബാക്ക് പോയി അതൊറ്റ സീക്വൻസാണ്. ഒരൊറ്റ ഇതിൽ അത് ഓൾമോസ്റ്റ് 3 minutes ഉണ്ട് ഇൻ റിയൽ ഷോട്ട്. അത് ഡയലോഗ്സ് എല്ലാം ഇവർ റെസ്പോണ്ട് റിയാക്ട് വന്ന് എല്ലാം ഒരൊറ്റ ഷോട്ടാണ്. അങ്ങനെ വെക്കാനായിരുന്നു തീരുമാനം. അത്രയും ഡെപ്ത് ഉള്ളൊരു സീനിൽ അതൊരു ധൈര്യമല്ലേ? നമ്മളത് 3 ടേക്കേ പോയുള്ളൂ. മൂന്നാമത്തെ ടേക്ക് ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് ടേക്കിൽ നമുക്ക് ഫോക്കസ് ഔട്ടായിരുന്നു ഒരു ഭാഗത്ത്, അതുകൊണ്ട് മാത്രമാണ് അത്. സെക്കൻഡ് ടേക്കിൽ മാത്രം ഒരു ചെറിയൊരു പ്രശ്നം വന്നു. തേർഡ് ടേക്ക് വാസ് ഓക്കെ ഷോട്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം തീർച്ചയായിട്ടും ചോദിക്കണം. ഒരു കൂട്ടായ ശ്രമമാണ് ഏതൊരു സിനിമ എന്ന് പറയുന്നത്. ടച്ച്വുഡ് ഗൗതമിനെ സംബന്ധിച്ച് നല്ലൊരു ടീം ഉണ്ടായിരുന്നു. ഇപ്പൊ അഭിനവിന്റെ ക്യാമറ ആണെങ്കിലും ഓരോ ഫ്രെയിം, ഇപ്പൊ ആ പാട്ട് സീന് തന്നെ ഭയങ്കര മനോഹരമായിരുന്നു. ഓരോ ഫ്രെയിം, പിന്നെ അതിന്റെ കളറിങ് ഒക്കെ മനോഹരമായിരുന്നു. അപ്പൊ ഈ ഒരു ടീം ഒത്തുവന്നത് അഭിനവിന്റെ സ്വപ്നങ്ങളോടൊപ്പം അവർ കൂടിയതാണോ അല്ലെങ്കിൽ അഭിനവ് പിക്ക് ചെയ്തതായിരുന്നു? അവർ എങ്ങനെയായിരുന്നു? ഇല്ല, ഈ ഫുൾ ടീം നമ്മള് ഒരു തമിഴ് സിനിമ താനാസ എന്ത് കൂട്ടം അതാ. ശരിക്കും പറഞ്ഞാൽ അഭിയും ഞാനും പരിചയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഹോൾവേയിൽ വെച്ചിട്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കല എന്ന് പറഞ്ഞൊരു അതെ വോയിസ് ഓവർ ചെയ്തത്. അപ്പൊ കല ഞങ്ങളുടെ പണ്ട് മുതലുള്ള ഫ്രണ്ടാണ്. കലയുടെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ ഞങ്ങൾ അവനെ കാണാൻ ചെല്ലുമ്പോൾ അഭിനവ് അവിടെ ഇരിപ്പുണ്ട്, മുടിയൊക്കെ നീട്ടി ഇത്രയും വളർത്തി ഒരു പയ്യൻ, ഇതാണ് എൻ്റെ വർക്ക് ചേട്ടാ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇതിലാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ വർക്കൊക്കെ കാണിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അവൻ്റെ എന്തൂസിയാസം ഇഷ്ടമായി. അങ്ങനെ സത്യം പറഞ്ഞാൽ പോരുന്നോ കൂടെ അവനങ്ങ് പിന്നെ പോയിട്ടില്ല. അങ്ങനെ ഇപ്പൊ ഇതിന്റെ മ്യൂസീഷ്യൻ അല്ലേ അതുലിനെയും അങ്ങനെയാ പരിചയപ്പെടുന്നത്. വേറൊരാളുടെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ റാൻഡമായി മീറ്റ് ചെയ്യുന്നു. അവൻ എന്നോട് എന്തോ ഒരു അഫെക്ഷൻ തോന്നി, എനിക്ക് അവനോട് തോന്നി. ലൈക്ക് വി ആർ മോർ ദാൻ ബ്രദേഴ്സ്. ഈ പറയുന്ന പിള്ളേരൊക്കെ എൻ്റെ സ്വന്തം ബ്രദേഴ്സാണ്. അതിനെ കുറിച്ച് പറയുമ്പോൾ ആ പാട്ട് പറയണം. പാട്ട് നന്നായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സ്ക്രീനും കൊണ്ടും ഒന്നാമത്, പിന്നെ അതിന്റെ മ്യൂസിക്കും അതിന് കിട്ടുന്ന പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ് പാട്ടിന്? ആക്ച്വലി നമ്മൾ ആദ്യം ഇതിനകത്തൊരു ഇംഗ്ലീഷ് സോങ് ചെയ്യേണ്ട എന്നുള്ളതായിരുന്നു തീരുമാനം എല്ലാവരുടെയും. മലയാളം മാത്രം മതിയെന്ന്. പക്ഷെ എനിക്കെന്തോ അതിന് ആ ഒരു ബ്ലൂ ലില്ലിയുടെ ആ ഒരു പേരും ആ ഒരു സോങ് തമ്മിൽ എന്തോ ഒരു സാധനം ഉണ്ട്. സോ വി ഹാവ് ടു ഫിഗർ ഇറ്റ് ഔട്ട് ഇൻ ടു ഇംഗ്ലീഷ് എന്നുള്ള സാധനം എനിക്ക് തോന്നി, എനിക്ക് എവിടെ തോന്നി. ആൻഡ് ദെൻ അതിൽ മലയാളത്തിൻ്റെ ഒരു സാധനം എലമെന്റ് വരണം. ഇതായിരുന്നു ഞാൻ അതുലിന് കൊടുത്ത ബ്രീഫ്.
അപ്പോൾ അതിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവൻ പറഞ്ഞു ചേട്ടാ ഇത് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാം. അപ്പോൾ അവനൊരു ആദ്യം വരുന്ന ഒരു 5-6 ഡിഫറെൻറ്റ് ഐഡിയാസും കൊണ്ടുവരും. നമുക്കിത് ഇങ്ങനെ ചെയ്യാം, ഇതിൽ ഇത് യൂസ് ചെയ്യാം, ഇതിൽ കീസ് യൂസ് ചെയ്യാം, ഇതിൽ ഡ്രംസ് ഇങ്ങനെ വെക്കാം, ഇതിൽ ബേസ് ഇങ്ങനെ വെക്കാം, ഇത് ഫുള്ള് പറയും. ഞാൻ പറയും എടാ ഞാൻ പാട്ടുകാരനല്ല, അതെ ഞാൻ പാട്ടുകാരനല്ല, എനിക്ക് അച്ഛൻ പാടും എന്നുള്ളതിൽ കൂടുതൽ എനിക്ക് പാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ അവനങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഞങ്ങളെല്ലാവരും അപ്പം സ്റ്റുഡിയോയിൽ ഞാനുണ്ട്, വൈഫുണ്ട്, പിന്നെ അബിയുണ്ട്, ശ്രുതിനെ ഓൺ കോൾ വിളിച്ചു. എന്നിട്ട് നമ്മൾ കേട്ടു. എവ്രിബഡി വാസ് ടേക്കൺ അവേ. ആൻഡ് ഐ വാസ് ലൈക്ക് ആ നീലാമ്പൽ പോലെ എന്നൊക്കെ പറയുന്ന ഭാഗമൊക്കെ വന്നപ്പോഴേക്കും ഭയങ്കര ഇഷ്ടമായി. എടാ ഇത് ലോക്ക് ചെയ്തോ, നീ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തുമ്പോൾ നമുക്ക് ഫൈനലിൽ എന്തെങ്കിലും ഇരിക്കാം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സോ ഈസി. ഇറ്റ് വാസ് നമുക്കങ്ങനെ അതെ. അപ്പോൾ അവൻ്റെ കേസിലും ഹീസ് എ ബോൺ ആർട്ടിസ്റ്റ് എന്നൊക്കെ ഞാൻ പറയാം. അവൻ്റെ അനിയനും അതെ, അമൽ റോയ്, അവനും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വോയിസ് സെപ്പറേറ്റ് എടുത്ത് പറയണം. റെയ്ന എന്ന് പറയുന്ന കുട്ടിയാണ്, പുള്ളിയുടെ ഫസ്റ്റ് പ്ലേ ബാക്കാണ്. ഭയങ്കര വോയിസാണ് അത്. പലരും ചോദിച്ചു എന്നോട് ഇംഗ്ലീഷ് ആരെങ്കിലും ആണോ ചെയ്തത്. ഞാൻ പറഞ്ഞു അല്ല, ഇതൊരു റെയ്ന എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ഇച്ചിരിയേ ഉള്ളൊരു പീക്കിരി സാധനം. അത് എന്ത് രസമാണ് ഒരുപാട്. അപ്പം നമ്മൾ അതിൽ വേറൊരു സംബന്ധം വെച്ചാൽ ആളിവിടെയാണ്, കൊച്ചിയിലാണ്. ഞങ്ങൾ വണ്ടിയിൽ വേറൊരു ഷൂട്ടിന് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഹെഡ്സെറ്റും വെച്ചിട്ട് ഓൺലൈനാണ് റെക്കോർഡിങ്ങും അതിൻ്റെ ഇതും ചെയ്തുകൊണ്ടിരുന്നത്. 8 മണിക്കൂറോളം ഉണ്ടായത്. അപ്പോൾ ഞാൻ ഷൂട്ടിന് കയറി, ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവൻ വണ്ടി ഇരുന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. സോ അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്തത്. കാരണം അങ്ങനെ ഒരു ടീം ഒത്തുവരുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇനി ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. ഗാർഹിക പീഡനം പലതരത്തിലും നമ്മളെ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അതിനെ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഒരു ഇരയെ മാത്രമേ നമ്മൾ കാണാറുള്ളൂ, അത് പ്രത്യേകിച്ചും സ്ത്രീ ആയിരിക്കുകയും ചെയ്യും. ഇതിന് ഇങ്ങനെ ഒരു തലം, ഇവിടെ നമുക്ക് കൺഫ്യൂഷനാണ് ഇര ആരാണ് എന്നുള്ളത്. ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റാത്ത വിധം ആണ് ക്ലൈമാക്സ് അവസാനിക്കുന്നത്. ഈ ഒരു തോട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ്, ഈ ഒരു ചിന്ത? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ സ്റ്റോറി. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആൾക്കാരെങ്ങനെ ബിഹേവ് ചെയ്യുക എന്നുള്ളത് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ചുറ്റും എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതായത് ശരിക്കും ഇങ്ങനത്തെ അവസ്ഥകളിലൂടെ കടന്നുപോയ അറ്റ്ലീസ്റ്റ് ഒരു 5-6 പേരെ എനിക്ക് ക്ലോസ് സർക്കിളിൽ തന്നെ അറിയാം, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട്. അത് പല രീതിയിലുണ്ട്. ഇറ്റ് ഡസൻറ്റ് ഈവൻ ഹാവ് ടു ബി ബിറ്റ്വീൻ എ കപ്പിൾ. എത്രയോ അച്ഛന്മാരുണ്ട്, പിന്നെ എന്താ മക്കളെ എന്ന് വെച്ചാൽ ഞാൻ സെക്ഷലി എന്നുള്ള രീതിയിലല്ല പറയുന്നത്, പീഡനമാണല്ലോ, ശാരീരികമായിട്ടുള്ളതും. അപ്പോൾ എത്രയോ ടോക്സിക് ഫാദേഴ്സ് ഉണ്ട് അല്ലേ, എത്രയോ ടോക്സിക് മദേഴ്സ് ഉണ്ട്, എത്രയോ ആൺകുട്ടികളുടെ ഫ്യൂച്ചർ നശിപ്പിക്കുന്ന ടോക്സിക് മദേഴ്സാണ്, എത്രയോ പെൺകുട്ടികളുടെ ഫ്യൂച്ചർ നശിപ്പിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള ഫാദേഴ്സ്, എത്രയോ കപ്പിൾസിൻ്റെ ഇടയിൽ ഇതുണ്ട്. പക്ഷെ ഇതാരും സംസാരിക്കില്ല. Nobody wants to accept that. എല്ലാവരും വെളിയിൽ വരുമ്പോൾ സച്ച് എ ഹാപ്പി ഫാമിലി എന്നുള്ളൊരു ഒരു എന്താ പറയുക, ഒരു ലുക്കിലാണ് വരുന്നത്. പ്രിറ്റൻഡിങ്. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ചിലവരൊക്കെ നമുക്ക് കാണാം, നൈബേഴ്സൊക്കെ ആയിരിക്കും, നമുക്ക് കേൾക്കാം അപ്പുറത്തുനിന്ന് പ്രശ്നമാണെന്നുള്ളത്. എന്നുവെച്ചാൽ അടുത്തടുത്തൊക്കെ താമസിക്കുന്ന വീടുകളിലും അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കേൾക്കാം. പക്ഷെ പിറ്റേ ദിവസം കാണുമ്പോൾ ദേ ആർ കംപ്ലീറ്റ്ലി ഫൈൻ. അവർക്ക് ഒരു ദ വേ ദേ ആക്ട്, കാരണം പേടിയാണ് എവിടെയോ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ. ബാക്കിയുള്ളവരെന്ത് വിചാരിക്കുന്നതാണ് പ്രശ്നം. അപ്പോൾ ഇതൊരു ഭയങ്കര വിപത്താണ്. അതായത് വൈ ആർ യു നോട്ട് അക്സെപ്റ്റിംഗ് യുവർ റിയാലിറ്റി? ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നുണ്ട്, എന്താ നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യാത്തത്? എനിക്ക് നടന്നൊരു അനുഭവം പറയാം. അതായത് ഞങ്ങൾ പാലക്കാട് ഞാനും അച്ഛനും എൻ്റെ വൈഫും എൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ പാലക്കാട് 2 ദിവസം പോയി നിന്നായിരുന്നു. ആ ഹോട്ടലിൽ രാത്രി ഞങ്ങൾക്ക് കേൾക്കാം മുകളിൽ അടിയാണ് നടക്കണമെന്നുള്ളത്. എന്നുവെച്ചാൽ ആ കൊച്ചിൻ്റെ കരച്ചിൽ, ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ്, 3rd ഫ്ലോറിലാണ്, ആ കൊച്ചിൻ്റെ കരച്ചിൽ ഞങ്ങൾക്ക് കേൾക്കാം അവിടെ. എന്നിട്ട് നമ്മൾ ഹോട്ടൽ സ്റ്റാഫിനെ ഇൻഫോം ചെയ്തു. നമുക്ക് റൂം നമ്പർ അറിയില്ല, ഇതറിയില്ല, നമ്മൾ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ
ഹോട്ടൽ സ്റ്റാഫിനെ ഇൻഫോം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കരച്ചിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്നില്ലെങ്കിൽ അവർ പോലീസിനെ വിളിച്ച് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാണാം. നത്തിങ്, ഒന്നും നടന്നിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അച്ഛനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ആരായിരിക്കും. കാരണം കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വിഷ്വലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരെയും കാണുന്നില്ല. ഞങ്ങൾ അന്ന് അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു ബൈക്കിൽ ഒരു പയ്യൻ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്, ഇത് മാത്രമേ കാണാവൂ, നിൽക്കുന്നുണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് റേസ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഈ കുട്ടി വന്ന് കയറുക, ഇവിടെ ഇത്രയും ഭാഗം ഇങ്ങനെ ഇരിക്കുക. എന്തിനാണ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം അത്. ഹൗ ആർ യു ടോളറേറ്റിംഗ് ദിസ്? നിങ്ങൾ എങ്ങനെ ഇത് ടോളറേറ്റ് ചെയ്യുന്നത്? വൈ ആർ യു നോട്ട് റിപ്പോർട്ടിംഗ് ദിസ്? വൈ ഡിഡ് ഹോട്ടൽ ഡിഡ് നോട്ട് റിപ്പോർട്ട്? എനിക്ക് വിഷമമായി. ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് ഹാവ് ജസ്റ്റ് കോൾ ദ പോലീസ്. ഒരുപക്ഷെ പോലീസിനെ ഞാൻ നേരിട്ട് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചത് ഹോട്ടലിൽ ഇൻഫോം ചെയ്താൽ അവർ ദേ വുഡ് ഡു വാട്ട്സ് നെസസറി. അന്ന് തൊട്ട് ഇന്നേ വരെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഞാൻ ഇപ്പോൾ 3 ദിവസം മുമ്പ് ഞാൻ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് തൊട്ടുപോയി. അപ്പം തന്നെ ഞാൻ വിളിച്ചു. ഐ എം നോട്ട് ഗിവിങ് മൈ റെസ്പോൺസിബിലിറ്റി ടു സംബഡി എൽസ്. ഞാൻ കണ്ടു, ഞാൻ വിളിക്കാം, അത്രേ ഉള്ളൂ. അന്നത്തെ ഇൻസിഡൻറ്റിന് ശേഷം അത് വൺ ഓഫ് ദ റീസൺസ് ആണ്. അവർ മാരീഡ് അല്ല, 100% മാരീഡ് അല്ല, യങ് കപ്പിളാണ്. ഒരുപക്ഷെ കോളേജിൽ നിന്ന് എവിടെന്നെങ്കിലും ട്രാവൽ ചെയ്യുന്ന വഴിക്ക് നിൽക്കുന്നതായിരിക്കാം. ഇറ്റ് കുഡ് ബി എനിത്തിങ്. പക്ഷേ ഷി വാസ് സോ ഹെൽപ്ലെസ്. ആ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ അത് അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ സമൂഹം അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇൻ ദ സെൻസ്, ഒരാളുടെ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ള ചോദ്യം വരുന്നത് കൊണ്ടാവാം പലരും മൗനം പാലിച്ച് മാറി നിൽക്കുന്നത്. അല്ല, നമ്മൾക്ക് കയറി ഇടപെടാൻ പറ്റില്ലായിരിക്കും. ഒരു പക്ഷേ ലെറ്റ്സ് സേ 2 പേര് തമ്മിൽ അടി കൂടുമ്പോൾ നമ്മൾ കയറി ഇടപെട്ടു എന്ന് വയ്ക്കുക. ചിലപ്പോൾ ആ പെൺകുട്ടി തന്നെ പറയും, അതിന് എൻ്റെ ഭർത്താവ്, അതിന് നീ ആരാ പറയാം. അത് ഉണ്ട്, അത് അങ്ങനെയാണ് നടക്കുന്നത്. ഞാൻ ഹോട്ടൽ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവരും അതാ പറഞ്ഞത്. ഞങ്ങൾ ചെന്നപ്പോൾ ആ കൊച്ചു തന്നെ പറഞ്ഞു, ഇവിടെ ഒരു കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ. അപ്പോൾ ദർ ഇസ് നത്തിങ് മോർ ടു ഗോ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ ഒബ്സർവ് ചെയ്താൽ വേറൊരാളോട് നമുക്ക് പറയാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ അതോറിറ്റീസിനോട് പറയാം എന്നുള്ളതിൽ കൂടുതൽ നമുക്ക് പോയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. പക്ഷെ എൻ്റെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. നമുക്ക് അനീതി നടക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണ്ടേ. അതിന് അവയർനെസ് ആവശ്യം. അവയർനെസ് ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും ആൾക്കാർ നോർമലൈസ്ഡ് ആയിപ്പെടും. കുറച്ച് ചെയ്യപ്പെടുന്നു. അതായത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടോക്സിക് റിലേഷൻഷിപ്സിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഓൺ ആൻ എവറി ഡേ ബേസിസ് ഇത് നടക്കുമ്പോൾ നോർമൽ ഇത് എല്ലാ ദിവസവും നടക്കുന്ന ഡയലോഗ് വരുന്നുണ്ട്, നമ്മൾ എന്നും പണങ്ങുന്നതല്ലേ എന്നുള്ള ഡയലോഗ്. എക്സാക്ട്ലി. അത് നോർമലൈസ് ചെയ്യുവാണ്. അതെ, പതുക്കെ കണ്ടീഷൻഡ് ആവുകയാണ്. അപ്പോൾ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എത്രയോ ആണുങ്ങൾ പെൺകുട്ടികളുടെ പീഡനത്തിനെതിരെയാണ് ഇരയാണ്. അതെ, അത് ഒന്നില്ലെങ്കിൽ അവന്റെ അഭിമാനത്തെ ഭയന്ന് പറയുന്നില്ല, അത് ഫിസിക്കൽ ആവണമെന്നില്ല. മെന്റൽ ടോർച്ചറും വളരെ ഫിസിക്കലും ഉണ്ട്, ഇല്ല എന്നല്ല. എത്രയോ വീടുകളിൽ അത് നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ചില ആൺകുട്ടികളെ ഒബ്വിയസ്ലി നമ്മൾ പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ല എന്ന് പറയും. ഇറ്റ്സ് ട്രൂ. ഒരിക്കലും നമ്മൾ തല്ലാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ വയലൻസ് ഇറ്റ്സ് നോട്ട് അലൗഡ്. അപ്പോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അടി മേടിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. ഒരാണ് ഒരു പെണ്ണിൻ്റെ അടി മേടിക്കുമ്പോൾ സൊസൈറ്റിയിൽ ചിരിക്കത്തേ ഉള്ളൂ, പക്ഷെ നേരെ തിരിച്ചാണെങ്കിൽ നാട്ടുകാർ മൊത്തം ഉണ്ടാവും രക്ഷിക്കാൻ. അത് കണ്ടീഷൻ സൊസൈറ്റിയുടെ ഒരു പ്രശ്നം. പക്ഷെ ഇതൊന്നല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതിനൊരു ജെൻഡർ ഇല്ല എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അതാണല്ലോ സിനിമ പറഞ്ഞു വെക്കുന്നത്. അതെ, സിനിമ പറയുന്നത് അതാ. പീഡനം എന്നുള്ളൊരു സാധനത്തിന് അത് ഇറ്റ് കുഡ് ബി ഫിസിക്കൽ, ഇറ്റ് കുഡ് ബി മെന്റൽ, ഇറ്റ് കുഡ് ബി എനിത്തിങ്. അതിനൊരു ജെൻഡർ ഇല്ല. അത് ആരാണെങ്കിലും എവ്രിബഡി ഗോസ് ത്രൂ ദാറ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, അതിനെതിരെ സ്വയം ആക്ഷൻ എടുത്തില്ലെങ്കിൽ, there is nobody else who can help you. ആ സ്വയം ആക്ഷൻ എടുക്കാൻ ഒറ്റ കാര്യം, അവനവൻ തിരിച്ചറിയുക, അവയർനെസ്. ഞാൻ അണ്ടർഗോ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു അവയർനെസ്. അപ്പൊ അതിൻ്റെ അകത്ത് ഗൗതം എത്രത്തോളം ഇൻവോൾവ് ചെയ്ത് പഠിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ദിസ് കനോട്ട് ബി ഡൺ ഇൻ എ വീക്ക് ഓർ എ മന്ത്. ഇത് നമ്മൾ സ്ഥിരം നമുക്ക് ഓപ്പൺ മൈൻഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്.
നടക്കുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഇൻവോൾവ് ആവാൻ പറ്റുമെങ്കിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്കറിയുള്ളൂ ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് എന്താണ്. എൻ്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾക്ക് വളരെയധികം ഇതിലൂടെ പോയ 2 പേരുണ്ട്. അതിൽ ഒരാളെ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഡിവോഴ്സ് കൊണ്ട് എത്തിച്ചു നമ്മൾ. വി വർ ഏബിൾ ടു ഹെൽപ്പ് ഹർ ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷേ മറ്റൊരാൾ ഇപ്പോഴും അടികൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ അവിടെ ജെൻഡർ വിഷയമല്ല, ഞാൻ ചോദിക്കുന്നില്ല അതുകൊണ്ടാണോ പെണ്ണാണോ എന്നുള്ളത്. അതെ, ഇറ്റ് ഡസൻ മാറ്റർ അല്ലേ. അപ്പോൾ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആള് പിന്നെയും ഒരു ബ്രീഫ് ടൈമിലേക്ക് ആള് വെളിയിൽ വരും, പിന്നെ അതേപോലെ എനിക്ക് അവനില്ലാതെ പറ്റില്ല, അവളല്ലാതെ പറ്റില്ല എന്നാണ് തിരിച്ചു. ഓക്കെ, ഞാൻ ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ ചോദിക്കാൻ പറ്റുന്നത്, വളരെയധികം ഡീറ്റെയിലിംഗ് ആയിരുന്നു ഓരോ സീനും. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ കഥാപാത്രങ്ങളുടെ ബാക്ക് സ്റ്റോറി മുതൽ ഇപ്പോൾ എനിക്ക് തോന്നിയ ഒരു സാധനം ശ്രുതിയുടെ ഡ്രസ്സിങ്ങിലടക്കം വരുന്ന മാറ്റങ്ങളിലും ഞാൻ ആ ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈഫ് എൻജോയ് ചെയ്തൊരു പെൺകുട്ടിയിൽ നിന്ന് പിന്നീട് ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ അവരുടെ ഡ്രസ്സിങ്ങിൽ പോലും ആ ഒരു മാറ്റം വരുന്നുണ്ട്. ഇതിനൊക്കെ എങ്ങനെയായിരുന്നു? അത് പ്രീ പ്രൊഡക്ഷൻ എത്രത്തോളം അത്യാവശ്യം അതിൽ നന്നായി ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്ത ടൈം തൊട്ട് അതിലും ഞാനും എപ്പോഴും ഒപ്പം വർക്ക് ചെയ്യാം. ഇതിൻ്റെ മ്യൂസീഷ്യൻ ഞങ്ങൾ 2 പേരും കൂടി ആയിരുന്നു പ്രീ പ്രൊഡക്ഷൻ വർക്കിന്. അപ്പോൾ അതിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി. ഇറ്റ്സ് നോട്ട് ഈസി. പ്രീ പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ വിചാരിക്കുന്ന പോലെ എഴുതി വെച്ചാൽ നടക്കത്തില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരു സെറ്റ് ഓഫ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളത് നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. എന്തൊക്കെയാ ചില സമയത്ത് നമുക്ക് തോന്നും ഇതൊന്നും വേണ്ടല്ലോ, നമുക്ക് ഷൂട്ട് ചെയ്താൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷെ സെറ്റിൽ പോകുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ ഈ ഡ്രസ്സ് പറ്റത്തില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ സ്കെഡ്യൂൾ ചെയ്തു, ഡേ ബൈ ഡേ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഷോർട്ട് ലിസ്റ്റ് ഓരോ ദിവസത്തിന് എന്തൊക്കെയാണ് ഷോർട്ട്സ് എന്നുള്ളത് ഡിവൈഡ് ചെയ്തു. ഓരോ ഷോട്ടിനും നമ്മൾ ഇതിന് ഈ ഡ്രസ്സ്, ഇതിന് ഈ കളർ കോഡ് വേണം, ഇതാണ് അവിടുത്തെ ഇമോഷൻ, അതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ലൈറ്റിങ് ഇങ്ങനെയായിരിക്കണം, ലെൻസ് മാറണം. ഇപ്പോൾ അതിൽ ശ്രദ്ധിച്ചോന്നറിയില്ല, ശരിക്കും മേക്കിംഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അവർ എൻജോയ് ചെയ്യുന്ന മൂമെന്റ്സ് ഒക്കെ വളരെ ഡ്രീമി ആയിട്ടുള്ള ലെൻസ് വെച്ചിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനൊരു സൺഷൈൻ്റെ ഒരു യെല്ലോയിഷ് ടോണിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഇതിലേക്ക് വരുമ്പോൾ ഗ്രേ ആൻഡ് ഡൾ ആൻഡ് ബ്ലൂയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രീ പ്ലാൻഡാണ് നമ്മൾ. അപ്പോൾ പ്രീ പ്രൊഡക്ഷനിൽ നമ്മൾ അത്രയും വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് ലെൻസ് അടക്കം ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ ഏത് ലെൻസ് വെക്കണം. കാരണം ഈ മറ്റേലേക്ക് വരുമ്പോൾ നമ്മൾ വൈഡ് ലെൻസ് കുറച്ചധികം യൂസ് ചെയ്യേണ്ടി വരും. കാരണം ലോൺലിനെസ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വൈഡിൽ പോയി ആളെ ചെറുതാക്കി. അപ്പോൾ ഓരോ ലെൻസും ഓരോ ആംഗിളിലും അർത്ഥമുണ്ട് സിനിമയിൽ. അപ്പം അത് മനസ്സിലാക്കി ചെയ്താലാണ് ഓഡിയൻസിലേക്ക് അത് എത്തുള്ളൂ. അവരത് മനസ്സിലാക്കണം എന്നില്ല. പക്ഷെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സീൻ എടുത്ത് പറയാനാണെങ്കിൽ ആള് അടുക്കളയിൽ നിൽക്കുന്ന ഒരു സീനുണ്ട്. ടാപ്പ് തുറന്ന് വെച്ചിട്ട് കുളിച്ചു അതിൽ നോക്കി അറിയാം. ഡച്ച് ആംഗിൾ എന്ന് പറയാം. ഇങ്ങനെയാ ക്യാമറ വെച്ചേക്കുന്നത്. അത് ബേസിക്കലി നമ്മൾ പറയാതെ പറയുന്നത് നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റസ് ഇസ് നോട്ട് റൈറ്റ്, യു ആർ നോട്ട് ലെവൽ, യു ആർ ഔട്ട് ഓഫ് ലെവൽ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അത്രയും ഡീറ്റെയിലിംഗ് ആണ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ അതിനാണ് സിനിമ. നമ്മൾ ചുമ്മാ അത് കഥ പറഞ്ഞിട്ട് കാര്യമില്ല, വിഷ്വലിലും കൂടെ അത് കൊണ്ടുവന്നാൽ സിനിമയാവും. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ഇന്റർനാഷണൽ അംഗീകാരങ്ങൾ, ഐ മീൻ സ്ക്രീൻ കിട്ടിയിരിക്കുന്നത്. അതിനെ കുറിച്ച് കൂടെ അത് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചതല്ല. ഇപ്പൊ എത്ര അവാർഡ്സ് കിട്ടിയെന്ന് കൂടെ പറഞ്ഞു. 8 അവാർഡ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിന് അയച്ചിരുന്നു. ചില അവാർഡ്സ് ഇനിയിപ്പോൾ 2027 അതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. ഒരു 3 എണ്ണം അയച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്ന് ബെസ്റ്റ് ഡയറക്ടറിനുള്ള, ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് ഡയറക്ടറിനുള്ള അവാർഡും ഒന്ന് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിം ബെസ്റ്റ് ഷോർട്ട് ഫിലിമും പിന്നെ സ്പെഷ്യൽ ജൂറി അവാർഡ്. അത് ഒന്ന് നമ്മുടെ IFA അബുദാബിയിലുള്ള ഇന്നോവേറ്റീവ് ഫിലിം അക്കാഡമിയുടെ ഒരു അവാർഡ്, നമ്മൾ സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയായിരുന്നു. അതൊക്കെ ജഡ്ജിങ് പാനൽ നമ്മൾ നോക്കുമ്പോൾ ഐ വാസ് വെരി സർപ്രൈസ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞ പിറ്റേ ദിവസം ഫസ്റ്റ് അവാർഡ് കിട്ടി. അപ്പോൾ അതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നമ്മൾ ജന്മത്ത് പോലും വിചാരിച്ച സാധനമല്ല. നമുക്കൊരു നല്ലൊരു കഥ പറയുക, അത് നല്ല രീതിയിൽ എടുക്കുക എന്നുള്ളത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ ബാക്കിയുള്ളവർ പുഷ് ചെയ്തുകൊണ്ട് ഞാൻ അവാർഡ്സിന് ഇട്ടു.
ബാക്കിയുള്ളവർ പുഷ് ചെയ്തുകൊണ്ട് ഞാൻ സെക്കൻഡ് പ്രീമിയർ വെച്ചു, ബാക്കിയുള്ളവർ പുഷ് ചെയ്തുകൊണ്ട് ഞാൻ തേർഡ് പ്രീമിയർ വെച്ചു. അല്ലെങ്കിൽ ഇതൊന്നും പ്ലാനിലുള്ള കാര്യങ്ങളല്ല. പക്ഷെ അതൊക്കെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വന്നു. അതെ അതെ. ഇനി എപ്പോഴാണ് ഇതിന്റെ റിലീസ് തീരുമാനിച്ചത്? നമ്മള് ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഓപ്പറ ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട്. അതില് പണ്ടൊക്കെ ഈ ചെറിയ സിനിമ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, പിന്നെ കുറച്ച് സെലിബ്രിറ്റി ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു, കുറച്ച് പാട്ടുകളൊക്കെ നമ്മൾ ചെയ്തിരുന്നു, 2 ഷോർട്ട് ഫിലിം വെറുതെ ഒരു തമാശക്ക് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ അതിനെ കാര്യമായി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിന്. അപ്പോൾ ഇപ്പോൾ പാട്ട് റിലീസ് ചെയ്തതിന് ശേഷം നല്ല റെസ്പോൺസ് ഉണ്ട്. നമുക്കൊരു കഴിഞ്ഞ 2 ആഴ്ചയിൽ കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി. അപ്പം ഞാൻ വിചാരിക്കുന്ന അവിടെ തന്നെ റിലീസ് ചെയ്യാമെന്നാണ്. ഓപ്പറ ഫ്രെയിംസ് എന്നാണ് പേര്. നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ March 8. അത് ഫസ്റ്റ് ഫ്രൈഡേ റിലീസ് എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ചിന്തിക്കുന്നു. ഹോപ്പ്ഫുള്ളി നല്ല ഫ്രൈഡേകളിൽ ഒരുപാട് വരട്ടെ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ എല്ലാം ഇതൊരു മൈൽ സ്റ്റോൺ ആയിരിക്കട്ടെ. ഇതിൽ നിന്ന് പുതിയൊരു നല്ലൊരു ഫീച്ചർ ഫിലിമിലേക്ക് കടക്കാനാകട്ടെ. നിങ്ങളുടെ മൊത്തം ടീമിനും അതിനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് എ ലോട്ട്.